ഹലോ, ഇന്ന് ചോറും സോയാബീനും കൂടെ ചേർത്ത് അടിപൊളി ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയാലോ. അതിനായിട്ട് വേവിച്ചെടുത്ത സോയാബീൻ ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അത് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അടിച്ചെടുക്കുക. ഇനി 1 കപ്പ് ചോറ് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കിട്ടൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. അങ്ങനെ ഇതാ ചോറൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, തരിയില്ലാതെ. ഇനി നേരത്തെ അടിച്ചെടുത്ത് വെച്ച സോയാബീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയേ സോയാബീൻ, ഒത്തിരി അങ്ങ് അരഞ്ഞു പോണ്ട. അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുനുകുന അരിഞ്ഞ സബോള ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളായിട്ട് അല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അല്പം മുളക് പൊടി ഇവ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം അരിപ്പൊടി, ഒരു 2 സ്പൂണ് അരിപ്പൊടിയും 2 സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാ നല്ലപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മാവ്. ഇനി അത് ഒരു ചപ്പാത്തി പരത്തുന്ന അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്, ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മാവ് ഇതുപോലെ പരത്തി റൗണ്ട് ആകൃതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ച് ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഏതാകൃതിയിൽ വേണേലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് പിന്നെ ക്രോസ് ആയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഓരോ ഇതും ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ ഒരു വശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി മറുവശം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്ന ഈ ടൈമിൽ കോരി മാറ്റാം. കണ്ടില്ലേ, ഈ ഗോൾഡൻ കളറിൽ കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ റെഡിയായി വരും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. ഇപ്പം ചോറൊക്കെ ബാക്കി വന്നാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി, അടിപൊളിയാണ്. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ പാത്രമായതുകൊണ്ടാണ് നീളത്തിലിട്ട് കൊടുക്കാൻ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് പൊരിച്ചെടുക്കുന്നത്. ഇതുപോലെ ഏത് ആകൃതിയിൽ വേണേലും നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആകൃതിയോ ഏത് ഇതിലും ചെയ്തെടുക്കാൻ പറ്റുമേ. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ചോറൊക്കെ ബാക്കി വന്ന ചോറൊക്കെ വെച്ചിട്ട് സോയാബീനൊക്കെ ചേർത്ത് ഇതുപോലെയൊക്കെ തയ്യാറാക്കിയാൽ വെറൈറ്റി സ്നാക്ക് 4 മണി ടൈമിലൊക്കെ കഴിക്കാൻ അടിപൊളിയല്ലേ. ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയാണ്. കാണാൻ പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം 4 മണി ടൈമിലെല്ലാം കുട്ടികളൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ചോറൊക്കെ വെച്ച് സോയാബീനൊക്കെ വെച്ച് അടിപൊളിയായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.